എല്ലാവർക്കും കഥകളുടെ ലോകമായ ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ 2.0 അതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെകുത്താൻ്റെ പ്രണയമാണ്. നമുക്ക് കഥ തുടങ്ങാം. കഥ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കഥയിലോട്ട് പോകാം. ചെകുത്താൻ്റെ പ്രണയമാണിന്ന് തുടരുന്നു. ജാനിയുടെ ചിത ആളി കത്തിക്കൊണ്ടിരുന്നു. എല്ലാവരും വേദനയോടെ തന്നെയായിരുന്നു ആ കാഴ്ച കണ്ടത്. പക്ഷെ രുദ്രൻ മാത്രം ഒരു ഭാവം പോലും ഇല്ലാതെ അത് നോക്കി നിന്നു. പക്ഷേ അവൻ അരികിൽ നിൽക്കുന്ന ഇഷയ്ക്ക് മാത്രം അവൻ്റെ ഉള്ളു മനസ്സിലായി. തന്നെ ഒന്നും നോക്കുന്നില്ല എങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ അവൾക്കറിയാം എന്ന പോലെ രുദ്രൻ്റെ കൈയോട് തൻ്റെ മുഖം അവൾ ചേർത്ത് വെച്ചു. അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണുകൾ ജാനിയിൽ നിന്നും മാറിയില്ല. ചിത കത്തിത്തീരാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് ഒരു പോലീസ് വാഹനം വരുന്നത്. അതിൽ നിന്നും യൂണിഫോം ധരിച്ചുകൊണ്ട് വിഷ്ണു ഇറങ്ങി. എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ പക്ഷേ വിഷ്ണു ആരെയും നോക്കാതെ അവളുടെ ചിതയ്ക്കരികിൽ തളർന്നു നിൽക്കുന്ന ജയനെ നോക്കി. അയാളും കണ്ടിരുന്നു അവനെ. ഇപ്പോൾ പക്ഷേ അയാളുടെ ഉള്ളിൽ ഭയമായിരുന്നില്ല. ജയൻ അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് തൻ്റെ മകളെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി വസ്ത്രം മാറി പോലീസ് വാഹനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജഗത് ഞെട്ടി അയാൾക്കരികിലേക്ക് ചെന്നു. എന്നിട്ട് എന്താ അച്ഛാ? അമ്മേ, എന്താ അമ്മേ? ഇതെന്താ പോലീസ്? അച്ഛൻ എവിടെ പോകുക അമ്മേ? ജഗത് എല്ലാവരോടും എന്തൊക്കെയോ ചോദിച്ചു. പക്ഷേ ആദ്യമായി തൻ്റെ അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട ജഗത് എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് ജയൻ അവൻ്റെ കൈകളിലേക്ക് ഒരു പേപ്പർ വെച്ചു കൊടുത്തു. എന്നിട്ട് മകനെ നോക്കി ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അമ്മയെ നോക്കണം, അച്ഛൻ പോട്ടെ. ജഗത് മനസ്സിലാകാത്ത പോലെ ചുറ്റും നോക്കി. ജയൻ അവരിൽ നിന്നും പോലീസ് വാഹനത്തിൽ കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് തിരിഞ്ഞ് രുദ്രനെ നോക്കി. പക്ഷെ അവൻ അപ്പോഴും ചിതയിൽ കണ്ണു തട്ടി നിൽക്കുകയായിരുന്നു. ജയനെ നോക്കാനേ പോയില്ല. നോക്കിയാൽ ഒരുപക്ഷെ രുദ്രൻ തൻ്റെ മുത്തുവനെ ഇല്ലാതാക്കിയവനെ ഈ ഭൂമിക്ക് മുകളിൽ വെക്കില്ല എന്ന് രുദ്രന് തന്നെ ഉറപ്പായിരുന്നു. ജയൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പോലീസ് വാഹനത്തിൽ കയറിപ്പോയി. ഇതേ സമയം നിറഞ്ഞ കണ്ണുകളോടെ ആ ലെറ്റർ വായിക്കുകയായിരുന്നു ജഗത്. അച്ഛാ, അമ്മേ, ഏട്ടാ, ഞാനാണ് ജാനി. ഈ കത്ത് നിങ്ങൾക്കടുത്തെത്തുമ്പോൾ ഒരുപക്ഷെ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ ഭർത്താവ്, അയാൾ എന്നെ കൊല്ലുമെന്ന് ഉറപ്പാണ് എനിക്ക്. പക്ഷേ എൻ്റെ കുഞ്ഞ്, അവൻ ഭൂമിയിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അവനെ പോലും ഇല്ലാതെയാക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാം നേടിയത് ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയല്ലേ? പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ മുത്തുവിനെ എന്തിനാ ഇല്ലാതെയാക്കിയത്? തെളിവുകൾ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാനത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുകയാണ്. മതി, ഇനി തെറ്റുകൾ ചെയ്യേണ്ട, എല്ലാം നിർത്തിയേക്ക്. ജഗത്, അവനെങ്കിലും ബാക്കിയുണ്ടാകണമെങ്കിൽ അച്ഛൻ സ്വന്തം തെറ്റേറ്റെടുത്ത് ശിക്ഷ നേടണം. കാരണം അച്ഛനും അമ്മയും ഇല്ലാതെയാക്കിയത് രുദ്രേട്ടൻ്റെ മുത്തുവിനെയാണ്. ജഗൻ നിറകണ്ണുകളോടെ വായിച്ചു. അവൻ വിശ്വസിക്കാനാകാതെ തൻ്റെ അമ്മയെ നോക്കി. മുത്തശ്ശി നിങ്ങളാണ് കൊന്നത് എന്ന പോലെ. അതിന് പക്ഷെ മറുപടി നൽകാൻ കഴിയാതെ അവർ തലകുനിച്ചു. പിന്നെയും ആ കത്തിലേക്ക്, എനിക്കറിയാം, അമ്മയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അച്ഛൻ അമ്മയിൽ നിന്നും അകന്നു നിൽക്കുന്നത് തന്നെയാണ്. പിന്നെ ഏട്ടാ, ഞാനിതെല്ലാം ചെയ്യുന്നതോർക്കുമ്പോൾ ഏട്ടനോട് ദേഷ്യം തോന്നാം. പക്ഷേ ഒന്നുണ്ട്, ഞാനിതിപ്പോൾ ചെയ്തില്ല എങ്കിൽ രുദ്രേട്ടൻ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വിധിക്കുന്ന ശിക്ഷ അത് വലുതായിരിക്കും. അതേ വാക്കുകളോട് ആ കത്ത് തീർന്നു. അത് വായിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ അവൻ രുദ്രനെ നോക്കുന്നില്ല.
ആരെയും നോക്കുന്നില്ല എങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് ജഗത്തിന് നന്നായിട്ട് ഇപ്പോൾ അറിയാം. അവനൊന്നും മിണ്ടാതെ തൻ്റെ സഹോദരിയുടെ കത്തിത്തീരുന്ന ചിത നോക്കി നിന്നു. സമയങ്ങൾ കടന്നുപോയി. ആളുകൾ എല്ലാവരും പോയി തുടങ്ങി. നന്ദിവനത്തിൽ ഇപ്പോൾ രുദ്രനും ഇഷയും പിന്നെ ജഗത്തും ലളിതയും മാത്രം. രുദ്രൻ വല്ലാത്തൊരവസ്ഥയിലായതിനാൽ തന്നെ ഇഷ അവൻ്റെ അടുത്ത് അവനെ വേദനിപ്പിക്കാൻ എന്ന പോലെ പോയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ജാനിയുടെ മരണാന്തര ചടങ്ങുകൾ കഴിഞ്ഞു. ചിതാഭസ്മം കയ്യിലെടുത്ത് ജഗത്തും ലളിതയും ആ വീടിൻ്റെ പടിയിറങ്ങി. ജഗത്ത് പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് രുദ്രൻ്റെ മുന്നിൽ ചെന്നിട്ട്, ഇറങ്ങുകയാണ്, അറിയാം ഏട്ടൻ മിണ്ടാതെയിരിക്കുന്നത് ജാനിക്ക് വേണ്ടിയാണ് എന്ന്. ഏട്ടനോടെല്ലാം തെറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷെ ജാനിമോൾ അവൻ്റെ ശബ്ദം ഇടറി. എന്നിട്ടും മറുപടി പറയാതെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ നോക്കി ജഗത്ത്, ഞാൻ പോകുക, പക്ഷെ ഒരിക്കലും മുത്തുവിനെ ഞാൻ വാക്കുകളില്ലാതെ പറയുന്ന ജഗത്തിനെ രുദ്രൻ നോക്കി. ഒപ്പം പകയോടെ ലളിതയെയും. അവൻ്റെ നോട്ടത്തിൽ അവർ വിറച്ചുപോയി. പിന്നെ ജഗത്ത് അവിടെ നിന്നില്ല. തൻ്റെ അമ്മയുമായി ആ വീടിൻ്റെ പടിയിറങ്ങി അവർ പോകുന്നത് നോക്കി നിന്ന രുദ്രൻ തനിക്ക് അടുത്ത് നിൽക്കുന്ന ഇഷയെ നോക്കി. കുറച്ച് ദിവസമായി അവളോട് മിണ്ടിയിട്ട് ഉറങ്ങിയിട്ട് അവളെ ചേർത്ത് പിടിച്ച് എന്നും ഉറക്കും, അല്ലാതെ സംസാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രുദ്രന്റെ മനസ്സറിയാവുന്നതിനാൽ തന്നെ ഇഷയും അവനെ ശല്യപ്പെടുത്താൻ പോയില്ല. പക്ഷെ അതിന് വിപരീതമായി രുദ്രൻ ഇഷയെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് തങ്ങളുടെ റൂമിലേക്ക് നടന്നു. അവൻ്റെ കയ്യിൽ കിടന്ന് ഇഷ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. ഉറപ്പോടെയുള്ള മുഖമാണ് എങ്കിലും മനസ്സ് നിറയെ വേദനയാണ് എന്ന് അവൾക്ക് നന്നായി അറിയാം. രുദ്രൻ ഇഷയെ ബെഡിൽ കൊണ്ട് കിടത്തിയിട്ട് അവളുടെ നെഞ്ചിലേക്ക് തൻ്റെ മുഖം വെച്ച് കിടന്നു. ഇഷ സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിലെ ചൂടും അവളുടെ കൈകൾ കൊണ്ടുള്ള തലോടൽ അവനെ പതിയെ നിദ്രയിലേക്ക് വീഴ്ത്തി. പതിയെ ഇഷയും കണ്ണുകളടച്ചു. സമയം കടന്നുപോയി. ഇഷയാണ് ആദ്യം കണ്ണു തുറന്നത്. അവൾ നോക്കുമ്പോൾ തൻ്റെ നെഞ്ചിൽ തലചായ്ച്ചു കിടക്കുന്ന രുദ്രനെയാണ് കണ്ടത്. അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. സന്ധ്യയായി എന്ന് തോന്നുന്നു. ഇരുൾ വീണിട്ടുണ്ട്. അവൾ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ രുദ്രൻ, ഇഷ എന്തു പറ്റി? എണീക്കണ്ടേ? സമയം ഒരുപാടായി. കണ്ണു തുറക്കാതെ ചോദിക്കുന്നതിനോട് ഇഷ സ്നേഹത്തോടെ ചോദിച്ചു. വേണോ? അവളുടെ മാറിൽ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ച് അവനും ചോദിച്ചു. ആ ചുണ്ടുകൾ പതിഞ്ഞതും ഇഷയൊന്ന് ഏങ്ങിപ്പോയി. അതറിഞ്ഞതുപോലെ കുസൃതിയോടെ അവൻ പിന്നെയും തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. ഇഷ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവളുടെ ചിരി കണ്ട രുദ്രൻ പതിയെ അവളുടെ മാറിൽ നിന്ന് മുഖം മാറ്റിയിട്ട് ബെഡിലേക്ക് എഴുന്നേറ്റിരുന്ന് അവളെ നോക്കി. ഇഷയും അവനെ ഒന്ന് നോക്കി. അവൻ്റെ പ്രവൃത്തിയിൽ നിന്നും അവൾക്കുറപ്പാണ് അവൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്നും ആ കാര്യം അവനിൽ കുറ്റബോധം നിറയ്ക്കുന്നുണ്ടോ എന്നും. അതറിഞ്ഞ ഇഷ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട്, രുദ്ര, നീ എന്നല്ല ആര് ശ്രമിച്ചാൽ പോലും വിധിയെ തോൽപ്പിക്കാനാവില്ല. നമ്മൾ കരുതുന്നത് പോലെയല്ല ഒന്നും. അല്ല ഇഷ, എന്നെ അങ്കിൾ വിളിച്ചിരുന്ന ടൈം ഫോൺ എടുത്തിരുന്നുവെങ്കിൽ എൻ്റെ പ്രാന്ത് എന്നിൽ തിരികെ വരാതിരുന്നുവെങ്കിൽ അവർ. രുദ്രൻ കണ്ണുകൾ മുറുക്കി അടച്ചു. അപ്പം അന്നെൻ്റെ പ്രാന്ത് കാരണമാണ് എൻ്റെ കണ്ണിന് താഴെ അവർക്ക് മുത്തുവിനെ കൊല്ലാൻ കഴിഞ്ഞത്. നിനക്കറിയോ ഇഷ, എൻ്റെ മുത്തുവിനെ കൊന്ന അവരെ ഞാൻ ഒന്നും ചെയ്യാതെ ഇരുന്നത് എന്താണ് എന്ന്? രുദ്രൻ പറയുന്നത് ഇഷ ശ്രദ്ധയോടെ കേട്ടു. അവൻ തുടർന്നു. ജാനിയെ ഓർത്തിട്ടാണ്. അവൻ ദേവനാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞിട്ടും ഞാൻ അവളെ അവനിൽ നിന്ന് മാറ്റിയില്ല. മാറ്റാൻ എനിക്ക് കുറച്ച് സമയം കൂടെ വേണമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ എല്ലാം ചിന്തിച്ച് ഞാൻ ഓർക്കണമായിരുന്നു. അവൻ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതെയാകും. അവനെപ്പോലെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇത്തിരി ബലം കൊടുത്ത് തന്നെയായിരുന്നു രുദ്രൻ പറഞ്ഞത്. ലാസ്റ്റ് കണ്ടില്ലേ, അവളെയും അവൻ കൊന്നു. എന്നിട്ട്
ഞാൻ എന്ത് നേടി? അവൻ അലറിക്കൊണ്ട് പറഞ്ഞു. പതിയെ പറഞ്ഞു തുടങ്ങിയ രുദ്രനിൽ ദേഷ്യത്തിന്റെ പല മാറ്റങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. ആദ്യം വേദനയോടെ നോക്കിയ രുദ്രനീക്ഷ പെട്ടെന്ന് ഭയത്തോടെ നോക്കാൻ തുടങ്ങി. അവന്റെ പ്രവൃത്തികളിലുള്ള മാറ്റം, കണ്ണുകളിലുള്ള ചുവപ്പ്, ശരീരം വല്ലാതെ വിറയ്ക്കുന്നു, ഞരമ്പുകൾ തെളിഞ്ഞു വന്നു. രുദ്രനിലുണ്ടാകുന്ന മാറ്റം ഈശയ്ക്കുള്ളിൽ ഭയം നിറച്ചു. തൻ്റെ മാതാപിതാക്കൾ കൊല ചെയ്യപ്പെടുകയായിരുന്നു എന്ന വേദനയെന്നും അവളുടെ ഉള്ളിൽ നിന്നും മാറി നിമിഷം കൊണ്ട് അവൾക്കുള്ളിൽ രുദ്രൻ നിറഞ്ഞു. പിന്നെ ഈശ മറ്റൊന്നും ചിന്തിച്ചില്ല. ബലമായി തന്നെ അവൾ രുദ്രന്റെ ചുണ്ടുകൾ സ്വന്തമാക്കി. അവൾക്കുറപ്പായിരുന്നു അവൾക്കല്ലാതെ മറ്റാർക്കും രുദ്രന്റെ വേദനയെ ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്ന്. അത് സത്യം തന്നെയായിരുന്നു. അവളുടെ ചുണ്ടുകൾക്ക് അവൻ്റെ ഉള്ളിനെ തണുപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിലെ വേദനയെ അവൾ ഇല്ലാതെയാക്കുന്നുണ്ടായിരുന്നു. അവസാനം ഈശ തുടങ്ങി വെച്ച ചുംബനം അവൻ തുടരുമ്പോൾ അത്രയും ദിവസം അവർ അനുഭവിച്ച വേദന എല്ലാം ഒരു മഴ പോലെ പെയ്തിറങ്ങി. തുടരുന്നു. നമ്മുടെ ചെകുത്താൻ്റെ പ്രണയം ഏതാണ്ട് അവസാന ഘട്ടത്തിലോട്ടൊക്കെ എത്തിയാട്ടോ. ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നാളെ കാണാം അടുത്ത കഥയുമായി. തുടരുന്നു.